അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ചിലവര് പറയും പോത്ത് നേരാവണില്ല എന്നൊക്കെ പറയും. പോത്തിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളും പോത്തിന്റെ മേത്ത് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശുശ്രൂഷിച്ചിട്ട് നല്ല രീതിയിൽ മരുന്നും കാര്യങ്ങളും കൊടുത്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ പോത്ത് നേരാവുള്ളൂ. അല്ലാതെ നിങ്ങൾ കൊല്ലങ്ങളോളം പോത്ത് കൊടുത്തിട്ട് നേരാവില്ല. അതിന് തിന്നാൻ കൊടുക്കണം, തവിടും അതും ഇതൊക്കെ നല്ല കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ പാടത്ത് 24 മണിക്കൂറും പാടത്ത് കെട്ടിയിട്ടിട്ട് തീറ്റിക്കണം. അപ്പോ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുക. അപ്പോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പോത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മുറി വന്നു കഴിഞ്ഞാൽ ഹൈ ഇത് നാറിയുണ്ടല്ലോ, മണക്കുണ്ടല്ലോ, മണം വരുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറില്ല. അതിനുള്ള മരുന്നും കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ കൊടുക്കണം. എല്ലാ കാര്യത്തിനും ഇപ്പൊ ഡോക്ടറെ വിളിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ മരുന്നെടുത്ത് വരാം. അപ്പൊ ലെസ്കോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് പോത്തിന്റെ നേരത്തെ ഒരു വലിയൊരു മുറിയുണ്ട്. അപ്പോ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട് 180 ഉറുപ്പ്യാണ് ഇതിന്റെ വില. 180. പിന്നെ ഇത് തീറ്റ കൂടാനും തീറ്റ കൂട്ടാനും ഉള്ള ഒരു പൊടിയാണ്. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക. ഇതാ നല്ല നോക്കിക്കോളി. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക. ഇതിന് ഒരു പാക്കറ്റിന് 15 ഉറുപ്പ്യ വില. 15 ഉറുപ്പ്യ. പിന്നെ മാത്രല്ല പോത്തിന്റെ മേല് ആ മുറിയുടെ ഉള്ളില് വലിയ പുഴു അങ്ങനത്തെ കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിച്ചു കൊടുക്കും. ഇത് യൂക്കാലീസ് പറയും. ഇതിനും 180 ഉറുപ്പ്യോളം വില ഉണ്ട്. ഒക്കെപ്പാടെ 385 ഉറുപ്പ്യന്റെ മേടിച്ച് ഈ കണ്ട സാധനങ്ങൾക്കൊക്കെ. ഇത് വെല്ലം കൂടെ തുറക്കുക. ഇതാ ഇത് പോത്തിന്റെ പിന്നെ ഉള്ളിലൊരു മുറി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മേടിച്ച അതിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇതിലേക്ക് ഈ സിറിഞ്ചി വെല്ലം ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ലേസത്തേക്ക് വലിക്കുക. ഇതിൽ വലിച്ചുണ്ട്. അപ്പൊ നമ്മള് പോത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. പൗഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് മക്കളെ. ഇതിൽ പല പൊടികളുള്ള ഇത് ഇതിൽ കണ്ടിട്ടുക. ഇതിൽ കണ്ടിട്ടിട്ട് ഇതാ പൊട്ടറ കളർ നോക്കി ഇതുണ്ട് ഇട്ടിട്ട് നന്നായിട്ട് എന്താ സ്മെല്ല് ഉണ്ട് കണ്ടില്ലേ? അതിന്റെ ശിവൻകുട്ടിയേ ഇതാണ്ട് പൊട്ടിച്ചണ്ട് ഇടുക. പോരണില്ല ഇതിന് ഹലാക്കിന്റെ ഔലും കഞ്ഞി. ഇത് ഈ പുഴും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ്. അപ്പോൾ ഇത് നമ്മൾ സൂചിൻ്റെ അടുത്തേക്കുക. സൂചി എടുത്തിട്ട് ഇതിൽ വെക്കുക. അതാണല്ലേ. അല്ലെ അതിൻ്റെ മേത്ത് കുത്തി കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ നമ്മൾ മരുന്ന് അടിക്കാൻ പോവുകയാണ്. നല്ല നീറ്റുണ്ടാവും. പോത്തിന് നല്ല നീറ്റുണ്ടാവും. നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ഈ വക മുറിയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പോത്ത് പണി പാളും, തീറ്റ കുറയും, പിന്നെ തീറ്റ എടുക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഇതേപോലത്തെ ഒരു സിറിഞ്ചൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും വേണം. പോത്ത് വളർത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ ബോട്ടിൽ മരുന്ന് അതൊക്കെ വേണം. ഇനി നമ്മളെന്ത് ചെയ്യുക? അപ്പം അത് അടിച്ചിട്ടുണ്ട്. ഈ മരുന്ന് കുറച്ച് അടിച്ചു കൊടുക്കുക. ഈ മരുന്ന് നല്ല ഫലമുള്ള മരുന്നാണ്. നല്ല ഇതിന് റിസൾട്ട് വരും ചെയ്യും. അങ്ങനത്തെ ഒരു മരുന്നാണ്. അല്ല പോത്തിന് നീറി അത് ആ മുറിയുടെ ഭാഗത്തേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുക. മുറിയുടെ ഭാഗത്ത് അടിച്ചു കൊടുക്കുക. അപ്പൊ അടുത്ത പരിപാടി ഇനി എന്താ വെച്ചാല് ഈ ഗുലുസും വെള്ളല്ലേ നമ്മൾ നേരത്തെ ഇട്ട പൊടി അത് കൊടുക്കാൻ പോവാ. അതാണ് കൊടുത്തിട്ട് ഒന്ന് കൊടുപ്പിക്കട്ടെ. അപ്പൊ ആ ഗുലുസും പൊടി നമ്മൾ ഇട്ടുണ്ട്. അതൊന്ന് കൊടുത്തു നോക്കുക. ചിലവർ കുടിക്കില്ല, ചിലവർ കുടിക്കും. ഇതിലുണ്ട് വെക്കുക. അല്ലാണ്ട് കുടിച്ചോ.
ഈ കാണാണ് നമ്മളെ പോത്തുകൾ. ഇതിന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇനി ഇവിടെ ഈ ഭാഗത്ത് ഒരു മരുന്നുണ്ട്, ഒരു മുറി ഉണ്ട്. അവിടെ നനക്കൊന്നുമില്ല. ഇതെല്ലാവർക്കും കൊടുക്കണമല്ല, ഇത് മരുന്നാ, വില ഉള്ളതാ. ഈ ചാടി കളിക്കണം എന്തിനാ? അപ്പോ ഇത് കുടിക്കുമ്പോ ചെറിയൊരു ചമർപ്പുണ്ടാവും. അതിലിട്ട് കൊടുത്തിക്കാണ് സംഗതി. അതിന്റെ പൊടി പൊട്ടിച്ചിട്ടിക്കാണ്. ഇപ്പം കുറച്ച് ഇവനക്ക് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർക്ക് വെച്ച് കൊടുക്കും. അവര് കുടിക്കുകയാണെങ്കിൽ അവർക്കും കൊടുക്കും. അപ്പൊ ഒരു പാക്കറ്റും കൂടി നമ്മൾ കൊടുക്കുക. തീറ്റ കൂടാനുള്ള പൊടി, തീറ്റ കൂടാനുള്ള മരുന്നാണിത്. ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും. പോത്തിന് കൊടുക്കണ തീറ്റ കൂടാനുള്ള മരുന്നുണ്ടാ ചോദിച്ചാൽ കിട്ടും. എന്താ സ്മെല്ല്! കണ്ടിട്ട് കൊടുക്കുക. എന്താ ഈ സ്മെല്ല്? വേറെ സ്മെല്ലാ, പക്ഷെ മൂപ്പരിക്കേ കുടിക്കാൻ ഒരു മടി ഉണ്ടാവും. എന്നാലും ക്ലിയർ ആവും. എന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കി കൊടുക്കണം, നല്ലതാ. കുടിച്ചോ കുടിച്ചോ. അങ്ങനെ കുറച്ചുകൊണ്ട് കുടിക്കട്ടെ. കുറച്ച് ഉള്ളിൽക്കണ്ട് എത്തിക്കഴിഞ്ഞാൽ, പോത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള പിന്നെ കൃമികളും ഉള്ളിലുള്ള അകപ്പേനും ഒക്കെ പാടാണ്ട് പോകും. ഇനി ഒരു മിനിറ്റ്, ഇനി കുറച്ച് ഇഞ്ചു കൊടുക്ക്. ഇനി കുറച്ച് ഇഞ്ചു കൊടുക്ക്. കുടിക്ക് കുടിക്ക് കുടിക്ക്. മാറുന്നാളെ കുടിച്ചോട്ടെ. എല്ലാം കുടിച്ചോ. തോത്തിലാണ് മുറിയും കാര്യങ്ങളും ഉള്ള കാരണം ഞാൻ പുറത്തേക്ക് വിടുന്നില്ല. കുറച്ച് വെള്ളമാണ് വെച്ചു കൊടുക്കുക. അപ്പൊ അത് ക്ലിയർ ആവും. ഇതിന്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ്. അപ്പൊ ആ സ്മെല്ല് കുറക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കും. കുടിക്കുകയാണെങ്കിൽ കുടിച്ചോട്ടെ. കുറച്ച് ഉള്ളിലോട്ടാണ്ട് കയറി കഴിഞ്ഞാല് ശരിയാവും. വെള്ളം ഇവിടെ ഇവിടെ പുറത്ത് കൂടെ കുടിക്കും. കുടിക്കട്ടെ. അപ്പോ ആദ്യമായിട്ടാ നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പോത്തിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും ബെല്ലും കയറി അമർത്തി ചവിട്ടി കൊടുക്കും. അപ്പൊ കാര്യമായിട്ട് മുറി ഉള്ളിലേക്കില്ല. കാരണം എന്താ വെച്ചാല് യൂക്കാലീസ് അടിച്ച പാടന്നെ ഉള്ളിൽ നിന്ന് പുഴും കാര്യങ്ങളും കച്ചറ ഉണ്ടെങ്കിൽ പുറത്ത് ചാടും. അപ്പൊ അതൊന്നുമില്ല. മുറി ഏതാണ്ട് ഉണങ്ങിയിരിക്കണ്.